പൂച്ചയെയും മറവ് ചെയ്തിട്ട് സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന മഹാനവരുകൾ ആ വയലും കഴിഞ്ഞ് ക്ഷീണത്തോടെ തിരിച്ചു പോകുമ്പോഴും ചത്ത് കിടക്കുന്ന പൂച്ചയോടുള്ള ഒരു കൃപയും സ്നേഹവും അതൊക്കെയാണ് നേതൃത്വത്തിന്റെ ഗുണം. അതാണ് സൽ സ്വഭാവത്തിന്റെ ഗുണം. അതാണ് അവര് നമ്മൾ ഇന്ന് ഓർക്കാൻ കാരണവും. അതാണ് അഹങ്കാരമില്ലാത്ത, അസൂയയില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, എങ്ങനെ ഉറുമ്പുകളെപ്പോലും പാക്കറ്റില് പള്ളിയുടെ പക്കത്ത് നിന്ന് മൂത്രിക്കാൻ നേരത്ത് വെച്ച തൊട്ടയിൽ ബാഗിൽ ഉറുമ്പ് വന്നപ്പോ വീട്ടിലെത്തിയിട്ട് തിരിച്ച ഉറുമ്പിനെ ഇവിടെ തന്നെ ഞാൻ കൊണ്ടാക്കിയില്ലെങ്കിൽ ഈ ഉറുമ്പിന്റെ കുടുംബത്തെ തമ്മിൽ തെറ്റിച്ചവൻ ഞാനാകുമല്ലോ. ഈ ഉറുമ്പിന്റെ കുടുംബങ്ങൾ അവിടെ ഉണ്ടായിട്ട് അതിന്റെ ബാക്കിയുള്ള ഉറുമ്പിനെ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നാല് ഞാൻ കുറ്റക്കാരനാവുമല്ലോ എന്ന് കരുതിയിട്ട് ഉറുമ്പിനെ തിരിച്ചു കൊണ്ടുപോയി അവിടം കൊണ്ടുപോയി വിട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ അനുയായികളാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ആകുമോ? അത്രയും നന്മയുടെ മരങ്ങളാണവർ. അല്ലാഹുവേ, അവരുടെ ദറജകൾ നീ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. ചെരുപ്പിന് ചവിട്ടിയതിന് മാപ്പ് പറയാൻ ആളുകൾ പോകുന്ന സമയം വരെ കാത്തിരുന്ന അത്തിപ്പറ്റ ഉസ്താദിന്റെ ചരിത്രം പറയാനുള്ള നമ്മള് എവിടെയാണ്? മനുഷ്യന്റെ നെഞ്ചത്ത് ചവിട്ടുന്ന നമ്മള്, മനുഷ്യന്റെ ഇസ്സത്ത് പറിച്ചു ചീന്തുന്ന നമ്മള്, മനുഷ്യനെ ഫളീഹത്താക്കുന്ന നമ്മള്, ആരാന്റെ അറിയാതെ ചവിട്ടിപ്പോയ ചെരുപ്പിന്റെ ഉടമയോട് മാപ്പ് ചോദിക്കാൻ കാത്തിരുന്ന കാത്തിരുന്ന അത്തിപ്പറ്റ ഉസ്താദിന്റെ ചരിത്രം പറയാറുള്ള നമ്മള്. യാ അല്ലാഹ്, അവരുടെ എല്ലാ നോട്ടവും സഹായവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം അല്ലാഹ്. മുത്തുമുഅ്മിനീങ്ങളെ, അവരെല്ലാം റബ്ബിന്റെ ആ പ്രീതി മാത്രം, അല്ലാഹുവിന്റെ ഇഷ്ടം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ദീനിന്റെ നന്മക്ക് വേണ്ടി പോരാടിയവരാണ്. നമ്മുടെ പോരാട്ടം ദീനിനാകണം. നമ്മുടെ പോരാട്ടം നാടിന്റെ, സമുദായത്തിന്റെ, രാഷ്ട്രത്തിന്റെ സന്തോഷത്തിനും വിജയത്തിനുമാകണം. വതആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. നമ്മുടെ തെറ്റുകൾക്ക്, വേണ്ടാത്തരങ്ങൾക്കുള്ള കൂട്ടുകെട്ടാവരുത്. നമ്മുടെ കൂട്ടുകെട്ടുകളെല്ലാം നന്മക്ക് വേണ്ടിയാകണം. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർ മുത്തഖീങ്ങളാണ്, തഖ്വയുള്ളവരാണ്, അല്ലാഹുവിന്റെ ഭയപ്പാടുള്ളവരാണ്. ഭയപ്പാട് ഇന്നതില്ല. അല്ലാഹു അല്ലേ സത്യം ചെയ്യുമ്പോ വല്ലാഹി വല്ലാഹി, എത്ര വല്ലാഹിയാണ്, എത്ര വല്ലാഹി, ഒരു പേടിയുമില്ല. സത്യം ചെയ്തിട്ട് അല്ലാഹു ഉമ്മാടെ കൽത്താണക്കൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയവൻ തിരിച്ചു കാണാനില്ല. പിന്നെ രണ്ടാമത് ചോദിക്കുമ്പോ അല്ലാഹു നിന്റെ നാവക്കല സുറൂന്ന്, അല്ലാഹു തറുവേന്ന് പറഞ്ഞിട്ട് സത്യം ഇട്ടിട്ട് പോയോ? തിരിച്ചിട്ട് സത്യം എന്താണ്? അല്ലാഹു നീ കേട്ടെങ്കിൽ നിന്റെ മുടല. ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, ആ റബ്ബിനോട് പേടിയും മഹബ്ബത്തും ഉണ്ടാകണം. ഖൗഫ് റജാഇന്റെ ഇടയിലാണ് നമ്മുടെ ജീവിതം. ഒരു ഭാഗത്ത് പേടി വേണം, മറ്റേ ഭാഗത്ത് ആഗ്രഹങ്ങളും അല്ലാഹു രക്ഷപ്പെടുത്തുമുള്ള പ്രതീക്ഷയും എല്ലാം ഉണ്ടാകണം. തഖ്വ ജീവിതത്തിൽ ഉണ്ടാകണം. ഓരോരുത്തരും രാത്രി കിടന്നുറങ്ങുമ്പോ ആലോചിക്കണം, ഞാൻ ഇന്ന് എന്റെ റബ്ബ് പൊരുത്തപ്പെടാത്തത് വല്ലതും ചെയ്തു പോയോ? എന്നെ കൊണ്ട് നാടിന് വല്ല കോട്ടവും വന്നുപോയോ? എന്നെ കൊണ്ട് സുഹൃത്തുക്കൾക്ക് വല്ല നഷ്ടവും വന്നുപോയോ? എന്നെ കൊണ്ട് മനുഷ്യ മക്കൾക്ക് എന്തെങ്കിലും ഉപദ്രവം വന്നുപോയോ? ഓരോ കിടക്കുമ്പോഴും ആണും പെണ്ണും ചിന്തിക്കണം. എങ്ങനെ ചിന്തിക്കണം? എന്നെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവാൻ പാടുള്ളതല്ല. ഉണ്ടായി പോയാൽ വ്യഭിചാരത്തിന് മാപ്പുണ്ട്, കള്ളുകുടിക്ക് മാപ്പുണ്ട്, കഞ്ചാവിന് മാപ്പുണ്ട്, കൊലക്ക് മാപ്പുണ്ട്. മറ്റുള്ളവർക്ക് ചെയ്ത ഒരു തിന്മക്കും ഒരു ഉപദ്രവത്തിനും റബ്ബിന്റെ അടുക്കൽ മാപ്പില്ല.
തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കാഴ്ചവെക്കുന്നവരാകണം നമ്മൾ. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ കാലങ്ങളോളം തോട്ടത്തിൽ പണിയെടുത്തിട്ട് ഒരു റുമ്മാൻ പഴവും തിന്നിട്ടില്ലാത്തത് ഹില്യത്തുൽ ഔലിയയിലുണ്ട്. ഹില്യത്തുൽ ഔലിയയിൽ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. മഹാനവരുകൾ പറയുന്നു, വല്ലാഹി മാ അകൽതു മിൻ ഫാകിഹതിഹിം ഷൈആ. ഇത്ര കൊല്ലമായി ഞാൻ ഈ തോട്ടത്തിൽ പണിയെടുക്കുന്നു, ഇന്ന് വരെ ഒരു റുമ്മാൻ ഞാൻ തിന്നിട്ടില്ല. നമ്മളോ അല്ലേ, ഫ്രൂട്ട്സിന്റെ പീടിയക്ക് അങ്ങാടിക്ക് പോയെങ്കിൽ മെല്ലെ ദ്രാക്ഷ ഉണ്ടെങ്കിൽ ചിക്കിട്ട് രണ്ട് ബാക്കിടും അല്ലേ. ബേക്കറിക്ക് പോയെങ്കിൽ ആ ടിന്നക്ക് ബർണിക്ക് കൈയിട്ടിട്ട് ടേസ്റ്റ് നോക്കും. ടേസ്റ്റ് എല്ലാം നോക്കിയിട്ട് ലാസ്റ്റ് ഒരു 1/4 കിലോ എടുത്തോണ്ട് പോണ്ടേ. തിന്നത് അരക്കില്ല. പൊരുത്തപ്പെടാൻ അതിന്റെ ഇടയ്ക്ക് ഒരാള് പീടിയയിൽ പോയപ്പോ ഉസ്താദെ, എപ്പോ നോക്കിയെങ്കും ഭാര്യ തിന്നുന്ന മനസ്സക്ക് തൂക്കത്തിൽ കുറച്ചാക്കിയെങ്കിൽ കുറ്റ കിട്ടുവാന്ന്. കൊറേ തിന്നുന്നു ഫസ്റ്റക്ക് വന്നിട്ട് ഈ മനസ്സക്ക് ഞമ്മ തൂക്കാക്കുമ്പോ ഒരു കുറച്ച് ഗ്രാമം കുറച്ചെങ്കിൽ ദോഷം ഉണ്ടാവും. ഞാൻ പറഞ്ഞു അങ്ങനെ തിന്നു നോക്കി തൂക്കല്ല കൊടുത്തേയില്ല എങ്കിലും കുറ്റമില്ല. അങ്ങനെ തിന്നുന്ന ചില മനുഷ്യന്മാരുണ്ട്. ചില ആദത്തുകളാണ്, പാടുള്ളതല്ല, ഹറാമാണ്. അത് തമാശയില്ല. നിങ്ങളിങ്ങനെ തിന്നുമ്പോ നിങ്ങൾ വിചാരിക്കും ഒന്നല്ലേ രണ്ടല്ലേ. ഇല്ലെങ്കിൽ കൽകിയിട്ട് ടിഷ്യൂ പേപ്പറിൽ തോർത്തിട്ട് തിന്നുന്ന ദ്രാക്ഷിന അങ്ങാടിയിൽ ഫ്രീക്ക് കിട്ടുന്നെങ്കിൽ എന്തുമില്ല, കൽക്കവും ഇല്ല തോർത്തവും ഇല്ല, എടുത്തിട്ട് ബാക്കി കിട്ടുന്ന ഫ്രീ കിട്ടുന്നെങ്കിൽ എന്തുവാകുന്നുള്ള ആ ഒരു ധാരണയാണ്. പാടുള്ളതല്ല, പച്ചയായ ഹറാമാണ്. എന്നിട്ടല്ലേ കക്കല് അവൻ കാണുന്നുണ്ടെങ്കിൽ പോലും എടുത്ത് വായിലേക്ക് ഇടുന്നത് പാടില്ലാത്തതാണ്. അങ്ങനെയാവരുത്. കൊല്ലങ്ങളോളം തോട്ടത്തിൽ പണിയെടുത്തിട്ട് ഒരു റുമ്മാനിന്റെ ടേസ്റ്റ് പോലും നോക്കിയിട്ടില്ലാത്ത ഇബ്രാഹിം ഇബ്നു അദ്ഹം. തഖ്വ അങ്ങനെയാണ് ജീവിതത്തിൽ, തഖ്വ അങ്ങനെയാണ്. മറ്റുള്ള ഒരാളുടെയും ഒരു വസ്തുവും നമ്മുടെ പള്ളിയിലേക്ക് പോയാൽ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. ഒരാളുടേത് ഒന്നും നമ്മുടെ പള്ളിയിലേക്ക് കയറി ഇറങ്ങാൻ പാടില്ല. നമ്മുടെ മക്കൾക്ക് ഹറാമിന്റെ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹലാല് വ്യക്തമാണ്, ഹറാമ് വ്യക്തമാണ്. അതുകൊണ്ട് നീ അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാകണം. നീ വലിയ അഹങ്കാരിയാവേണ്ടതില്ല. ഇമാം ശിബിലി തങ്ങൾ പറയുന്നുണ്ട്, നീ ഒന്നുമല്ല, നീ ഒന്നുമല്ല. നീ ഫഖുദ് കഫ്ഫൻ മിനത് തുറാബ്, ഫഖുദ് കഫ്ഫൻ. മഹാനവരുകൾ പറയുന്നു, ഒരു പിടി മണ്ണെടുക്ക്. നീ എന്താണ്? നീ ഒന്നുമല്ല, നീ നേതാവല്ല, നീ ഹാജാറല്ല, വലിയ നീ അധികാരിയല്ല, നീ ഒന്നുമല്ല. നീ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട് മണ്ണിലേക്ക് മടക്കുന്ന, വയറ്റിൽ കാഷ്ടം കൊണ്ട് നടക്കുന്ന, വയറ്റിൽ മൂത്രം കൊണ്ട് നടക്കുന്ന, ഇങ്ങനെ ഒരു ഒന്നുമല്ലാത്ത ഒരു വേസ്റ്റ് ബോക്സ് പോലെ, ഒരു കുപ്പത്തൊട്ടി പോലെ നീ ആണ്. നീ മറ്റൊന്നുമല്ല. നീ വലിയ ആളല്ല, നീ വലിയ ലീഡറല്ല, നീ വലിയ അധികാരിയല്ല, നീ ഒന്നുമല്ല. നിന്റെ വയറ്റിൽ കാഷ്ടമാണ്, നിന്റെ വയറ്റിൽ മൂത്രമാണ്. കാഷ്ടം പോകാതിരുന്നാൽ, മൂത്രം പോകാതിരുന്നാൽ, ഭക്ഷണം ജീർണിക്കാതിരുന്നാൽ, കോശങ്ങൾ പ്രവർത്തിക്കാതിരുന്നാൽ, നിന്റെ കോശങ്ങൾ നശിക്കാതിരുന്നാൽ നീ പിന്നെ ക്യാൻസർ രോഗിയാണ്. നീ ഒന്നുമല്ല. പിന്നെ കാഷ്ടവും മൂത്രവും മുന്തുവാരത്തിലും പിന്തുവാരത്തിലും പോകണ്ട പോലെ പോകാൻ കഴിയാത്ത പക്ഷം നിനക്കെന്തുണ്ടായിട്ട് എന്ത് കാര്യമാണ്? അധികാരം അഹങ്കാരമല്ല, സ്ഥാനമാനങ്ങളൊന്നുമല്ല, കൃഷിയിടങ്ങളൊന്നുമല്ല, കെട്ടിടങ്ങളൊന്നുമല്ല. നിനക്കാരോഗ്യമില്ലെങ്കിൽ ഒന്നും നിനക്ക് ഉപകാരപ്പെടാൻ പോകുന്നില്ല. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം നീ തഖ്വ നൽകണം. ജീവിതത്തില് അല്ലാഹുവിനെ ഭയന്നുകൊണ്ടുള്ള ജീവിതം, നല്ല ജീവിതം കാഴ്ചവെച്ചാൽ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ്. റബ്ബിന് തഖ്വയുള്ളവരെ ഇഷ്ടമാണ്. അല്ലാഹുവിന് റബ്ബ് സുബ്ഹാനഹു വ തആലാക്ക് നന്മ ചെയ്യുന്നവരെ ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നന്മ ചെയ്യുന്ന ആളുകൾ എല്ലാരോടും നന്മ ചെയ്യണം, റബ്ബിനോട് നന്മ ചെയ്യണം. റബ്ബിനെ എല്ലാം കാണുന്നു, അറിയുന്നു. അല്ലാഹു നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ രൂപത്തിലുള്ള ഇബാദത്തുകൾ
ഉമ്മയോട് ഉപ്പയോട് അവരോട് നന്മ ചെയ്യുന്നവർ നമ്മളാകണം. തിരിച്ചു വയല്ലലമാഹോ, ഇങ്ങോട്ടവർ അക്രമം ചെയ്യുകയാണ്. ഉമ്മാന്റെ ഭാഗത്തു നിന്ന് അക്രമമാണ്, അനീതിയാണ്. ഉപ്പയുടെ ഭാഗത്തു നിന്ന് അക്രമമാണ്, അനീതിയാ. തിരിച്ചവരെ അങ്ങോട്ട് പറയാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാം അനുവദിക്കുന്നില്ല. ഉമ്മയുടെ കണ്ണുനീര്, ഉപ്പയുടെ കണ്ണുനീര്, അതിന് ദുനിയാവിന്റെ മുകളിൽ പിന്നെ പരിഹാരം ഇല്ല, ഇല്ലേ ഇല്ല. അതുകൊണ്ട് ഉമ്മയോട് ഉപ്പയോട് നീ നന്മ ചെയ്യുന്നവനാകണം, മക്കളോട് നന്മ ചെയ്യുന്നവനാകണം. മക്കൾ ഇന്ന് വഴിതെറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ നല്ലോണം ജാഗ്രതയിൽ ഉണ്ടാകണം. നമ്മുടെ പരിസരങ്ങളിൽ പോലും മദ്രസക്ക് വരുന്ന പെൺമക്കൾ പോലും ലഹരി ഉപയോഗിക്കുന്ന കാലമാണ് അല്ലേ? ഗമ്മിട്ട് വരച്ച് ശ്വാസം വലിച്ച് ഉള്ളോട്ട് അമൽ കുത്തിക്കയറ്റുന്നത് ഇത് ഏതോ താലൂക്കിന്റെ വിഷയങ്ങളല്ല, നമ്മുടെ നാടുകളിൽ നടന്നു വരുന്ന വിഷയങ്ങളാണ്. പെൺമക്കൾ ഇന്ന് മയക്കുമരുന്നിന് എവിടെ, ഇത് എവിടെയല്ല, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ചെറിയ ചെറിയ ആൺമക്കളും പെൺമക്കളും ലഹരി ഉപയോഗിക്കുന്നത് ഉമ്മക്കറിയുന്നില്ല, ഉപ്പക്കറിയുന്നില്ല അല്ലേ? ഇവിടെ പറയപ്പെട്ട പോലെ 14-13 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവൻ ഉമ്മാന്റെ കഴുത്തിൽ കത്തിയെടുത്ത് കുത്തിയത് ഫോട്ടോ സഹിതം സോഷ്യൽ മീഡിയയിൽ വന്നല്ലോ. ആരുടെയും നിയന്ത്രണത്തിലില്ല. അവരോടെങ്ങനെയാണ് നന്മ ചെയ്യുക? അപ്പോഴാണ് നമ്മുടെ പള്ളിയുടെ മുകളിൽ 19ഓളം മക്കൾ വന്ന് തഹജ്ജുദ് നിസ്കരിച്ച്, സുബഹി നിസ്കരിച്ച്, തസ്ബീഹുകൾ ചൊല്ലി, ഇമാം ജമാഅത്തിന് കൂടി വെള്ളത്തലപ്പാവ് ധരിച്ചിട്ട് ഈ മക്കൾ ദീനിന്റെ മക്കളായി വളർന്നു വരുമ്പോ അവരെ വളർത്തിയെടുക്കുന്നതിന്റെ നന്മ നാട്ടിലെ ഒരു മോന് നന്നായ ചെലവഴിച്ച ലക്ഷങ്ങളല്ല കോടികളോ നാളെ മഹ്ശറയിൽ തിരിച്ചു കിട്ടാൻ പോകുന്ന നന്മയാണ്. ഏതും ചെറുതല്ല. ശൈഖുനാ ശംസുൽ ഉലമയുടെ ശിഷ്യത്വം സ്വീകരിച്ച CM മടവൂർ മഹാനവരുകൾ ഉന്നതമായ വലിയ വലിയ സ്ഥാനങ്ങൾ കൈവരിച്ചുവല്ലോ. അതുകൊണ്ട് മുത്തുമുമ്മിനീങ്ങളെ, മക്കളെ പറ്റിയിട്ട് ഞാനങ്ങ് വിടർത്തി പറയുന്നില്ല. ഓരോ ഉമ്മയും ഉപ്പക്ക് ചിലപ്പോ സമയമുണ്ടായിക്കൊള്ളണമെന്നില്ല. ഉമ്മാ പൊന്നുമക്കള് വഴിതെറ്റുന്നുണ്ട്. കോളേജിൽ പോയി എവിടെയോ പോയി തിരിച്ചു വരുന്നവർ. മിഞ്ഞാണെന്നോടൊരാൾ പറഞ്ഞു, കാറിൽ വന്നിറങ്ങി ഒരുത്തന്റെ കൂടെ മറ്റൊരുത്തന്റെ കൂടെ ബൈക്കിൽ കയറിപ്പോയി. ഇവളുടെ ക്ലാസ് 9ാം ക്ലാസ്, 9th പഠിക്കുന്ന പൊന്നുമോളാണ്. ഇവിടെ എത്ര സമുദായങ്ങളുണ്ട്, ഇവിടെ എത്ര ജാതിക്കാരുണ്ട്. എന്തേ ഈ ഉമ്മത്ത് മാത്രം ഇങ്ങനെ? എന്തേ ക്ലാസുകൾ കേൾക്കുന്നുണ്ട്, വയലുകൾ കൂടുതലാണ്, ഒക്കെയുണ്ട്. എന്തുകൊണ്ട് പരിവർത്തനമില്ല? എന്തുകൊണ്ട് ഈ പെൺമക്കൾ വഴിതെറ്റിപ്പോകുന്നു? എന്തുകൊണ്ട് ഈ ആൺമക്കൾ വഴിതെറ്റിപ്പോകുന്നു? പെൺമക്കളെ എഡ്യൂക്കേഷന്റെ ഫീൽഡിലേക്ക് ഇറക്കിയപ്പോ ഇപ്പം നോക്കുമ്പോ 4 ഭാഗത്തുനിന്നും പോയെടുത്തെല്ലാം ബാല്യക്കാർ പറയുന്നത്, ഉസ്താദെ നല്ലൊരു പെണ്ണ് കിട്ടാൻ ദ്വാരക്കണം. അപ്പൊ പിന്നെ ഒരുത്തൻ, ഉസ്താദ് നല്ല ലംഗോ എങ്ങനത്തെ അംഗോ ഒന്ന് കിട്ടാൻ ദ്വാരക്കണം. പെണ്ണില്ല മാഫി അല്ലേ? പെണ്ണില്ല. പണ്ടല്ലോ പെൺമക്കൾക്ക് പുതിയ ആപ്പിളയാവാൻ ബേജാറായിരുന്ന കാലഘട്ടത്തില് ഇന്ന് പെൺമക്കൾക്ക് കല്യാണം വേണ്ട. തന്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവണോ, നക്ക് സ്വന്തമായിട്ട് ജോബ് വേണോ, നക്ക് ഓഫീസ് വേണോ, ഇതെല്ലായിട്ട് നണ്ടക്കാലിൽ നെണ്ടിൽ പിന്നെ നോക്കാ. ഇപ്പൊ വേണ്ട. ഈ ഒരവസ്ഥയിലേക്ക് ഈ പെൺമക്കൾ മാറിയിട്ട് വ്യഭിചാരത്തിനും ലഹരിക്കും അടിമപ്പെട്ടിട്ട് തിന്മയുടെ വാക്താക്കളായി ഈ മക്കൾ വളർന്ന് പടർന്ന് പന്തലിച്ചു വരുമ്പോ മക്കളോട് എങ്ങനെയൊക്കെയാണ് നന്മ ചെയ്യാൻ കഴിയുക? ഈ മക്കളെ എങ്ങനെയൊക്കെയാണ് നന്മയുടെ വഴിയിലേക്ക്, ദീനിന്റെ വഴിയിലേക്ക്, സാലിഹീങ്ങൾ സഞ്ചരിച്ചു പോയവരുടെ ആ വഴിയിലേക്ക് നഫീസ ബീവിയുടെ ചരിത്രം പറഞ്ഞു കൊടുത്ത്, ആസിയ ഉമ്മയുടെ ചരിത്രം പറഞ്ഞു കൊടുത്ത്, ഏറ്റവും എഫക്റ്റീവായ ഒന്നാണ് മഹാന്മാരുടെ ചരിത്രങ്ങൾ. അതിനു വേണ്ടിയാണ് ശംസുൽ ഉലമയെ, അതുകൊണ്ട് കണ്ണിയത്ത് ഉസ്താദിനെ, വറക്കൽ തങ്ങളെയൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. ദിക്റുൽ അംബിയാ ഇബാദ വദിക്റുസ് സാലിഹീന കഫാറ.
അവരെ പറ്റിയൊക്കെ പറയൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, ജീവിതത്തിൽ വലിയ വലിയ ത്യാഗങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ. ഉമ്മ പൊന്നുമക്കളുടെ കൂടെ സ്വർഗത്തിൽ പോകണമെന്ന് കൊതിയില്ലേ? ബനു ഇസ്രായേലിന്റെ ഒരു ചരിത്രം പറയട്ടെ. 7 മക്കളുള്ള ഉമ്മ, 7 മക്കളുള്ള ഉമ്മ, ആ ഉമ്മാന്റെ 7 മക്കളെയും അക്രമിയായ രാജാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. നമ്മൾ എത്ര സബർ ഉണ്ടാകണം, നമ്മളുടെ സബർ അല്ലെ, നമ്മുടെ വിഷമങ്ങൾ, ബേജാറുകൾ, ബുദ്ധിമുട്ടുകൾ. നമ്മൾ പറയുന്നു എനിക്കെന്താ ഇങ്ങനെ അല്ലേ, ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ. ഇത് ആരോടും ചോദിക്കുമ്പോ എല്ലാരും ഇങ്ങനെ അല്ലെ, ഓരോരുത്തരോടും ചോദിക്കുമ്പോ എല്ലാരും പറയുന്നത് ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ. അപ്പുറത്തവർക്കാരനോട് കേട്ടെങ്കിൽ ഓന്റെ ചോദ്യം ഇങ്ങനെ, ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ അല്ലെ. എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് അല്ലെ. ഇപ്പൊ എല്ലാരും കാണുമ്പോ ഫോഷാണ്, നല്ല തിളങ്ങുന്ന നല്ല കമ്പനി ഷൂ ആണ്, നല്ല വാച്ചാണ്, നല്ല വാഹനമാണ്, നല്ല കതിരാണ്, നല്ല കോട്ടനാണ്, ഒക്കെ എല്ലാം ശരിയാ. പക്ഷേ അവന്റെ സങ്കടം മറ്റുള്ളവർക്കറിയുന്നില്ല. വീട്ടില് ഭാര്യക്ക് 1 ഗ്രാം സ്വർണം ചില വീടുകളിലില്ല. പെൺമക്കളുണ്ട്, അവരിൽ 1/2 ഗ്രാം സ്വർണ്ണമില്ല. ഇവനെ കാണുമ്പോ അതങ്ങനെ നല്ലതാണ്, വേണ്ടാന്നൊന്നുമല്ല. മുത്തുമുമ്മിനീങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു. പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ സബറുണ്ടാകാൻ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ചരിത്രം പറഞ്ഞു തരട്ടെയോ? സാറാന്ന് പറയുന്നൊരു ഉമ്മ ഉണ്ടായിരുന്നു. ആ സാറാന്ന് പറയുന്ന ഉമ്മാക്ക് 7 മക്കളാണ്. 7 മക്കളാണ്. ഇബ്നുൽ ജൗസി തങ്ങൾ ഉദ്ധരിക്കുന്ന സംഭവമാണത്. ആ സംഭവത്തിൽ ഉയ്യൂനുൽ ഹിക്കായയിൽ കാണാം, മഹാനവറുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. വഹബ് ഇബ്നു മുനബ്ബഹ് തങ്ങളവറുകൾ പറയുകയാണ്, അബ്ദുല്ലാഹി തങ്ങളോട് ചോദിക്കുകയാണ്, അല്ല മഹാനേ, നമുക്കൊക്കെ വലിയ ബേജാറാണ്, നമുക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, ഇത്രയും നമ്മൾ പട്ടിണിയാണ് അല്ലേ? ഭക്ഷണമില്ലാതെ ഒരു 3 ദിവസം പട്ടിണിയിരുന്നവർ ഈ സദസ്സിൽ ആരെങ്കിലും ഉണ്ടാ? തിന്നാൻ ഭക്ഷണമില്ലാതെ ഒരു 3 ദിവസം പട്ടിണിയിരുന്നവർ വയസ്സന്മാർ ആരെങ്കിലും ഉണ്ടാ? തിന്നാനില്ലാതെ പട്ടിണിയിരുന്നവർ ഉണ്ടാ? ഇല്ല. അല്ലാഹു തആല നമുക്ക് ഇസ്സത്തോടെ ജീവിച്ച് ആഫിയത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മളാരും പട്ടിണി ഇരുന്നിട്ടില്ല, അൽഹംദുലില്ലാഹ്. നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്. ഫലസ്തീനി മക്കളെ കണ്ടോ? ഫലസ്തീനി മക്കൾ ഒരു കഷ്ണം കുബൂസിന് വേണ്ടി, ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി, ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആ പൊന്നുമക്കൾ ഓടുന്ന ഓട്ടം കണ്ടാൽ, ആ ഉമ്മമാരോടുന്ന ഓട്ടം കണ്ടാ, കരഞ്ഞുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് ഓടുന്ന ഓട്ടം കണ്ടാ, പെങ്ങളെയും പേറി 6 വയസ്സുകാരൻ നടക്കുന്ന അവസ്ഥ കണ്ടാൽ കരളലിയിപ്പിക്കുന്ന യാതനജനകമായ വീഡിയോസുകൾ നമ്മൾ പലരും കണ്ടിട്ടില്ലേ? ഉമ്മല്ലാത്ത മക്കൾ, ഉപ്പല്ലാത്ത മക്കള്, പാർക്കാനിടല്ലാത്ത മക്കൾ, എവിടെയോ ബോംബ് വീഴുന്നുണ്ടോ ഗുഹാമുഖത്ത് നിന്ന് നോക്കുന്ന ചെറു പുഞ്ചുമോന്റെ കണ്ണുകൾ. പാഠമാണ്. നമ്മുടെ മക്കൾ സുഖമായി ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, കടന്നുറങ്ങുന്നുണ്ട്, മരുന്നുണ്ട്, ചികിത്സയുണ്ട്. കൈകാലുകൾ നഷ്ടപ്പെട്ടു പോയ ഫലസ്തീനി മക്കള്, ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടു പോയ ഫലസ്തീനി മക്കൾ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഫലസ്തീനി മക്കൾ, ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്ക്. എന്നിട്ടാ പൊന്നുമക്കളെ ഒരുമിച്ച് കൂട്ടപ്പെട്ടപ്പോ അവർ ഓതുന്നത് വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി. പരിശുദ്ധ ഖുർആനിന്റെ പരീക്ഷണത്തിന്റെ ആയത്തുകൾ ഓതുന്ന പൊന്നുമക്കള്, ചിരിച്ചുകൊണ്ട് മുത്ത് റസൂലുള്ളാഹിന്റെ പാട്ട് പാടുന്ന പൊന്നുമക്കള്, നമ്മുടെ മക്കളോടൊന്ന് ഹബീബ് തങ്ങളുടെ മദ്ഹ് പാടാൻ പറഞ്ഞാൽ, നമ്മുടെ മക്കളോട് വിഷമത്തിന്റെ ഒരു ആയത്തോടാൻ പറഞ്ഞാൽ, ഇതൊന്നുമല്ലാത്ത മക്കൾക്ക് സകല യൂട്യൂബറെയും പരിചയമുണ്ട്, എല്ലാരെയും പരിചയമുണ്ട്.
എല്ലാരെയും പരിചയമുണ്ട്. ഇന്ന് അതാണ് ദീന്, ഇന്ന് അവര് പറയുന്നതാണ് മസ്അല. നായിനെ തൊട്ടാൽ നജസല്ലാന്നൊറ്റം പറയാ, അതിന്റെ അടിയിൽ മാഷാ അല്ലാ നല്ല സബ്ജക്ട് എന്ന് കമന്റ് ഇടുക. സുബ്ഹാന ജല്ല ജലാലു. നമ്മുടെ മക്കളെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന ഷോട്ടുകൾ, അതിൽ പലരും പെട്ടുപോയി. ഇത് കാണുമ്പോ മക്കളുടെ ബ്രെയിനിന്റെ പ്രവർത്തനത്തിൽ തകരാറ് വരുമെന്ന് വിശ്വാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകളുണ്ട്. ഈ ഗെയിമുകൾ കണ്ടിട്ട്, ഈ വീഡിയോസുകൾ കണ്ടിട്ട് നമ്മുടെ മക്കളുടെ തലച്ചോറിന് തകരാറ് വന്നിട്ട് അവർ കള്ളന്മാരാവാൻ, അവർ എങ്ങനെ 13 വയസ്സ് കഴിഞ്ഞവൻ ഉമ്മാന്റെ കഴുത്തിൽ കത്തിയെടുത്ത് കുത്തി. ഈ കുത്താൻ കാരണമായ ആയുധം ഈ മൊബൈലാണ്. ഈ മൊബൈലാണ്. അന്ത്യനാളെടുക്കുമ്പോ ഈ ഉമ്മത്തിനൊരു ഫിത്ന വരാനുണ്ടെന്ന് പറഞ്ഞ സാധനം ഈ ഫിത്നയാണെന്ന് പറഞ്ഞ ആധുനിക പണ്ഡിതന്മാരുണ്ട്. ഏതുമാകട്ടെ, സാറാന്ന് പറയുന്ന ഉമ്മാന്റെ 7 മക്കൾ. നമ്മള് ഉമ്മാര് മജ്‌ലിസുന്നൂറിനുണ്ടാകും, ഉമ്മാർ വയലിനുണ്ടാകും. ഈ ഉമ്മാർ ചിന്തിക്ക, എന്റെ മക്കൾ എത്ര ആളുകൾ സദസ്സിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഉപ്പാർ ഒന്ന് ചിന്തിക്കുക, എന്റെ നാട്ടിലുള്ള എത്ര മക്കൾ ഈ വയലിന്റെ മജ്‌ലിസിലുണ്ട്. അതല്ല മജ്‌ലിസുന്നൂറിലുണ്ട്, അതല്ല ഇമാം ജമാഅത്തിലുണ്ട്. ഇവിടെ പല വയസ്സന്മാരും സുബഹിക്കുണ്ട്, ഇവരുടെ മക്കളാരുമില്ല. വയസ്സന്മാർ തഹജ്ജുദിന് ഇവിടെ വന്നെത്തുമ്പോ അവരുടെ മക്കള് ആരോഗ്യവാന്മാരായ മക്കളില്ല. എന്നിട്ട് നമ്മൾ ചോദിക്കും, ഞമ്മക്കെന്താ ഇങ്ങനെ? ഞമ്മക്കങ്ങനെയാവുള്ളൂ. കാരണം ഇവിടെ വിളിക്കപ്പെട്ടിട്ട് നിസ്കാരം നടന്നിട്ട് എപ്പോഴെങ്കിലും തിരക്കുള്ള ഒരു ദിവസത്തെ പറ്റിയല്ല, രോഗികളെ പറ്റിയല്ല, കഴിയാത്തവരെ പറ്റിയല്ല. ഇവർക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ട് മനോഹരമായ പള്ളി, ബൈക്കുണ്ട്, കാറുണ്ട്, ആഫിയത്തുണ്ട്, ആരോഗ്യമുണ്ട്. നിസ്കാരത്തിനില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് വാക്കിംഗ് ഡോക്ടർ പറഞ്ഞ 6 മണിക്ക് എണീച്ചിട്ട് 4 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞ നമ്മളതിന് തയ്യാറാണ്, നമ്മളതിനൊക്കെ തയ്യാറാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോ സാറാ ഉമ്മാന്റെ 7 മക്കളെയും വിളിക്കപ്പെട്ടിട്ട് രാജാവ് പറയുന്നു, പന്നി ഖിൻസീർ, പന്നിയിറച്ചി തിന്നാനാണ്. ഇന്ന് പല പ്രൊഡക്റ്റുകളിലും പന്നിയുടെ കൊഴുപ്പുകൾ, പന്നിയുടെ നെയ്യ്, ഇത് മിശ്രിതമായിട്ട് ഇസ്രയേലികൾ കുത്തിയിറക്കുന്നുണ്ട്. വളരെ സൂക്ഷിക്കണം. ഭയങ്കരം ടേസ്റ്റാണ്, ഭയങ്കരം ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പല വസ്തുക്കളും തിന്നുമ്പോ പന്നിയുടെ നെയ്യ് കുത്തിക്കലർത്തിയ പല ചോക്ലേറ്റുകളും, പല സ്വീറ്റുകളും, പല കൂൾ ഡ്രിങ്ക്സുകളും നമ്മുടെ മുന്നിലേക്ക് എത്തപ്പെടുമ്പോ നമ്മുടെ ഈ തിന്മയുടെ വഴികളിൽ നമ്മൾ പെട്ടുപോവുകയാണ്. പന്നിയിറച്ചി തിന്നാൻ പറയുമ്പോ വലിയ മൂത്ത മകനോട് പറഞ്ഞിട്ട് ആ പൊന്നുമോൻ പറയുന്നു, മാ കുന്തുല ആകുലു ശൈഅൻ ഹറമഹുല്ലാഹു അബദാ, അല്ലാഹു ഹറാമാക്കിയത് ഞാൻ തിന്നുകയില്ല, എനിക്കത് വേണ്ട. നിങ്ങൾ ഇന്ന് തീർമാനിക്കണം, മറ്റുള്ളവന്റെ ഉറുപ്പിക എന്റെ വയറ്റിലേക്ക് ഹറാമായത് പോകണ്ട. ഉമ്മ തീർമാനിക്ക, എന്റെ വീട്ടിലേക്ക് കട്ടെടുത്ത് കൊണ്ടുവന്നത്, അന്യവന്റെ ഹക്ക് കൊണ്ടുവന്നത്, അങ്ങനെയുള്ള ഒന്നും എന്റെ വയറ്റിലേക്ക് പോകണ്ട. ഒന്ന് തീർമാനമെടുത്തു നോക്ക്. അല്ലാഹു സഹായിക്കാതിരിക്കില്ല. ഞാൻ തിന്നൂല, ഹറാമായതൊന്നും ഞാൻ തിന്നാൻ പോകുന്നില്ല. നമുക്കോ നേരത്തെ പറഞ്ഞ പോലെ ഹലാലോ ഹറാമോ വയറ് നിറച്ചും തിന്നണം എന്നുള്ള, വയറ് നിറയെ തിന്നുക എന്നുള്ളത് വലിയ നല്ല പരിപാടിയില്ല. ഇപ്പം മന്ത്രിക്കാൻ കൊണ്ടുവന്ന ഭൂരിപക്ഷം രക്ഷിതാക്കളും പറയുന്നത്, ഉസ്താദെ കിടാവ് എന്തു തിന്നില്ല, ഉസ്താദ് എന്തു തിന്നില്ല. എത്ര വയസ്സ്? 8 തിങ്കൾ ഒരു മന്തിയെല്ലാം അടിച്ചു കൊടുക്കി തിന്നിട്ട് അല്ലെ. 8 തിങ്കളായ കിടാവ് എന്ത് തിന്നില്ല. 2 കൊല്ലത്തോളം ഖുർആൻ പറഞ്ഞ ഹൗലൈനി കാമിലൈനി, ഖുർആനിന്റെ വലിയ ശാസ്ത്രമാണ് ഖുർആൻ, അത്ഭുതമാണ് ഖുർആൻ. 2 കൊല്ലക്കാലം പാല് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇന്ന് ആരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടാണ്, 2 കൊല്ലം പാല് കുടിച്ച് വളർന്ന ഉമ്മയുടെ പാല് കുടിച്ച് വളർന്ന പൊന്നുമക്കൾക്ക് അവർക്ക് നല്ല ധീരതയും നല്ല ശക്തിയും നല്ല കുവ്വത്തും നല്ല താക്കത്തും ഒക്കെ ഉണ്ട്.